ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേൺഡ് ചീസ് കേക്ക് അല്ലെങ്കിൽ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. ദെൻ പൊടിച്ച പഞ്ചസാര ഒരു 3/4 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. 3 എഗ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ 1 കപ്പ് തിക്ക് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തിക്ക് ക്രീം. ദെൻ ഒരു 300 ഗ്രാം ക്രീം ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തത് അൽമറയുടെ ബ്രാൻഡാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പ്, നെസ്സോടെ സോൾട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഒരു 1/2 കപ്പ് വേണ്ടി വരും നമുക്ക് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടി വേണം. ഫസ്റ്റ് ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ 2 വെക്കണം. ഞാനിവിടെ കേക്ക് ടിൻ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രീം ചീസ് ഓരോ ബ്ലോക്സായി എടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നോരോന്നായി ഇതുപോലെ ഓപ്പൺ ചെയ്തിടണം. ഇങ്ങനെയാണ് ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്തെടുക്കുക. ഈ ബ്ലൂ ഏരിയയിൽ പിടിച്ചിങ്ങനെ ഒരു പ്രസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകണം. ഇനി നമ്മൾ ബീറ്റർ വെച്ച് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം ചീസ്. എല്ലാ ഐറ്റംസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മൾ ഈ ചീസ് കേക്ക് ബേക്ക് ചെയ്യുന്ന നേരത്ത് ഈ ഐറ്റംസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കും. ഇതിൻ്റെ കൂടെ വാനില എസൻസ് കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. വാനില എസൻസ് കൂടി വേണം. ശേഷം ഷുഗർ കുറച്ചായി ആഡ് ചെയ്യുക. നെക്സ്റ്റ് ആഡ് 1 ടീസ്പൂൺ വാനില എസൻസ്. ഷുഗർ ഇട്ട് നന്നായി ബീറ്റ് ചെയ്ത ശേഷം എഗ്ഗ് 1 by 1 ആയി ആഡ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് തിക്ക് ക്രീം ആഡ് ചെയ്യുക. ദെൻ സിഫ്റ്റ് ചെയ്തിടുക. മൈദ കോൺഫ്ലവർ മിക്സ് സിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. Ini